നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയിൽ ഇന്ന് എനിക്കേറെ പ്രാധാന്യമുള്ളത് ഈ ഒരു മരണച്ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾ ഹോപ്പ് കുടുംബം കഴിഞ്ഞ 13 വർഷമായിട്ട് രാജേഷിൻ്റെ സാന്നിധ്യമുണ്ട്. അവനൊരു ഭിന്നശേഷിക്കാരനായിരുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി പരിമിതികളുള്ള സ്നേഹമുള്ള, പക്ഷേ ഞാൻ എപ്പോഴാണ് നാട്ടിൽ പോവുക, അതോടൊപ്പം തന്നെ ജാക്ലിൻ ടീച്ചറോട് ടീച്ചറെ മഴ കഴിഞ്ഞ് എന്നെ വീട്ടിൽ വിടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു മുഖമുണ്ട്. അതാണ് രാജേഷ്. കഴിഞ്ഞ 13 വർഷമായിട്ട് അവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. കുറുമ്പുകൾ കാട്ടി, സംസാരിച്ച്, ഇടക്ക് ചിലപ്പോൾ വയലൻ്റായി ഒക്കെ ഞങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ട രാജേഷ് ഇന്ന് വിടവാങ്ങുകയാണ് ലൈഫിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്. ആ നിമിഷത്തിൽ നമ്മൾ പലപ്പോഴും മരണത്തിന് ശേഷം പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നും ഉണ്ടാവാറില്ല. ഇന്നേറെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. കാരണം ബന്ധുക്കൾ ഒരു ടെമ്പോ ട്രാവലറുമായിട്ട് പാലക്കാടിൽ നിന്ന് 10-15 ആൾക്കാർ നമ്മുടെ ഹോപ്പ് കുടുംബത്തിൽ വന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ആ നിമിഷത്തിനാണ് ഞങ്ങളിവിടെ ഇന്ന് സാക്ഷിയായത്. അദ്ദേഹത്തിൻ്റെ പെങ്ങളും അദ്ദേഹത്തിൻ്റെ രാജേഷിൻ്റെ സഹോദരിയും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളൊക്കെ ആയിട്ട് വലിയൊരു സംഘം കൂടെ വന്നു. അവസാന ആ കർമ്മങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ശ്മശാനത്തിലൊക്കെ അവർ വന്നിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത ശേഷമാണ് അവർ തിരിച്ചു പോയത്. അത് തന്നെ ഒരുപാട് ഞങ്ങളെ സംബന്ധിച്ചിട്ട് സന്തോഷമുണ്ട്. ആ നിമിഷത്തിലും ആ കർമ്മം ചെയ്ത സുഹൃത്തോടും അവരുടെ കൂടെ വന്ന ആൾക്കാരോടും ഞാനൊരു ചെറിയൊരു പരിഭവം കൂടി അവരോട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, മരണത്തിന് മുമ്പേ അവൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ ഒരു 10 ദിവസം വന്ന് അവിടെ താമസിക്കണമെന്ന്. കാരണം 1-2 തവണ 2013 ശേഷം 1-2 തവണ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ഹോപ്പിലെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സഹോദരിയുടെ കല്യാണം കഴിയുകയും ചില സാഹചര്യ പ്രശ്നങ്ങൾ കാരണം അവരുടെ കുടുംബത്തിന് ഹോപ്പിലേക്ക് തിരിച്ച് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഞങ്ങൾ കൃത്യമായിട്ട് ആ കുടുംബത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സീരിയസ് ആണ്, നിങ്ങൾ വന്ന് കാണണം എന്നൊക്കെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അവർക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും മരണം അറിഞ്ഞ സമയത്ത് എല്ലാവരും ഒരുമിച്ച് വന്നു എന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവർ എന്നോട് തിരിച്ചു പറഞ്ഞ കാര്യമാണ് നമ്മൾക്ക് ഒരു കണ്ണീരുണ്ടാക്കിയ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാജേഷിൻ്റെ വീട് പണി അവിടെ നടക്കുന്നുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10 ദിവസമെങ്കിലും കൂട്ടണം ആയിരുന്നു വീട്ടിലേക്ക് എന്ന് അവരേറെ ആഗ്രഹിച്ചിരുന്നു. ശരിക്കും അതിനേക്കാൾ കൂടുതൽ രാജേഷ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ നാട്ടിലേക്കൊന്ന് പോകണമെന്ന്. എന്നും ടീച്ചറോടും, ക്ലാസ് ടീച്ചറുണ്ട് ജിഷ ടീച്ചർ, ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചറോടൊക്കെ ഇവരൊപ്പം പറയും, രാജേഷ് ഞാൻ മഴ കഴിഞ്ഞ് പോകും കേട്ടോ എന്നൊക്കെ പറയുന്നൊരു പ്രത്യേക ടോണുണ്ട്. സോ ആ നിമിഷമാണ് ഇപ്പോൾ ഈ സെക്കൻഡിൽ ഓർക്കുന്നത്. തീർച്ചയായിട്ടും രാജേഷ് സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. കാരണം ഇത്തരം മക്കളൊക്കെ ഒത്തിരി അനുഭവിച്ച കുട്ടികളാണ്. ചില സന്തോഷങ്ങളൊന്നും വേണ്ട രീതിയിൽ ലഭിക്കാത്ത കുട്ടികളാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം സുഖകരമായിട്ടുള്ള താമസവും അതോടൊപ്പം തന്നെ സുഖകരമായിട്ടുള്ള ഒരു മരണവും തന്നെയാണ്. അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സാധാരണ കുളപ്പുറം ആണ് ഞങ്ങളുടെ എല്ലാ അനാഥ ബോഡികളും, അല്ലെങ്കിൽ നാഥനുള്ള ബോഡികളൊക്കെ ആയിക്കഴിഞ്ഞാലും കുളപ്പുറം പൊതുശ്മശാനത്തിലാണ് ഞങ്ങൾ ക്രിമേറ്റ് ചെയ്യാറുള്ളത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കുളപ്പുറത്ത് നിന്ന് മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് കടന്നപ്പള്ളി പരിയാരത്തിനടുത്തുള്ള ഒരു ശ്മശാനത്തിലേക്ക് ഞങ്ങളിന്ന് മാറ്റിയിട്ടുള്ളത്. ശിവദാസൻ ചേട്ടൻ, ഓട്ടോ അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നു. അദ്ദേഹം ചെയ്യുന്ന ചില ശ്രമങ്ങൾ കാണുമ്പോൾ ഹോപ്പിൻ്റെ വളണ്ടിയേഴ്സ് ഒന്നുമല്ല എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം അദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളിയാണ്. പക്ഷേ ആ ശ്മശാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൃത്യതയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇതുതന്നെയാണ് ഒരു സേവന പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ നിന്ന അവരുടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ റിയാസും തുടങ്ങി ജാക്ലിൻ ടീച്ചറും ഒക്കെ ഇവിടെ വരുമ്പോൾ, ഇത് ഈ കർമ്മങ്ങൾക്ക് സാക്ഷിയാവുമ്പോൾ ഒരു വലിയ ഒരു ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. കുടുംബങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായതുകൊണ്ടാവാം ഈ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ കൃത്യമായിട്ട് വരാൻ സാധിക്കാതിരുന്നത്. എങ്കിലും ഈ ഒരു അന്ത്യകർമ്മത്തിന് വലിയൊരു കുടുംബം വന്ന് കണ്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷിച്ചു. തീർച്ചയായിട്ടും ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് രാജേഷ് എവിടെ നിന്നെങ്കിലും നാളെ ഒരു നക്ഷത്രമായിട്ട് ജ്വലിച്ച് ഈ കാര്യങ്ങളൊക്കെ കാണുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കുടുംബത്തോടൊപ്പം സംസാരിച്ചപ്പോൾ അവർക്ക് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വരാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടുകളുമുണ്ട്. പാലക്കാട് നിന്ന് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അവരെ സംബന്ധിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ആ ഒരു കർമ്മം നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് ഏറ്റെടുത്തു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് പ്രിയേഷും
അതോടൊപ്പം തന്നെ റിയാസും ഒക്കെ ചേർന്നുകൊണ്ട് ആ അന്ത്യകർമ്മങ്ങൾ കാഞ്ഞങ്ങാട് പോയിട്ട് ചെയ്യാമെന്ന് അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ രാജേഷിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അലിഞ്ഞിത്തീരുമ്പോൾ ഓർമ്മകളും പ്രാർത്ഥനകളും ജീവിത കഥകളും ഒന്നും ബാക്കിയാക്കാതെയാണ് പ്രിയ സുഹൃത്ത് പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാ സഹകരണത്തിനും കൂടെ നിന്ന സന്തോഷിനും പ്രിയപ്പെട്ടവർക്കും മധുവാട്ടനും ഒക്കെ ജീവിതത്തിലെ ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനസ്സിൽ രാജേഷും പ്രിയപ്പെട്ടവരും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത രാജേഷിൻ്റെ ഫയലുകളൊക്കെ ഇവിടെ അടയുകയാണ്. ഇതൊരു തുടക്കമായിരുന്നു. 2013 തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ തന്നെയുണ്ട്, ഓർമ്മകളും ഇവിടെ തന്നെയുണ്ട്. പ്രിയപ്പെട്ട രാജേഷ്, തനിക്ക് വിട. പതുക്കെ ഹോപ്പ് വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് കുട്ടികളും അതോടൊപ്പം തന്നെ ഇന്നത്തെ അതിഥികളും ഒക്കെ ആയിട്ട് വീണ്ടും ഹോപ്പ് കളിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ജൈത്രയാത്ര തുടരുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും, വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഒക്കെ ആശംസകൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട രാജേഷിന് വിട പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.